ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏപ്രിൽ 4-ന് കട്ടപ്പനയിൽ എത്തും. കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും. യുഡിഎഫിന്റെ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി കട്ടപ്പനയിൽ എത്തുന്നത് എന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ CP മാത്യു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 4-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് കട്ടപ്പന സെന്റ് ജോർജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ മാർഗം രാഹുൽ ഗാന്ധി ഇറങ്ങും. തുടർന്ന് കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും. UDFിന്റെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി കട്ടപ്പനയിൽ എത്തുന്നത് എന്ന് DCC പ്രസിഡന്റ് CP മാത്യു കട്ടപ്പന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാം 4-ാം തീയതി 12:30 മണിക്ക് കട്ടപ്പനയിൽ നടക്കുക. അത് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശ്രീ റോയ് കപ്പോലസിൻ്റെയും ശ്രീ സേനാപതി വേണുവിൻ്റെയും അഡ്വക്കേറ്റ് ശ്രീ തോമസിൻ്റെയും F രാജയുടെയും അപ്പു ജോൺ ജോസഫിൻ്റെയും 5 സ്ഥാനാർത്ഥികളെയും ജയിപ്പിക്കാനുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. നമ്മളിവിടെ സെന്റ് ജോർജ് ഗ്രൗണ്ടിൽ വന്ന് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. റോഡ് ഷോ ഇല്ല. അപ്പോൾ പൊതുസമ്മേളനമായിട്ടാണ് നമ്മൾ ഏർപ്പാട് ചെയ്തത്. അപ്പോൾ അത് ഈ 5 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ജില്ലയിൽ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ നേതാക്കന്മാരും. ഇടുക്കിയിൽ മത്സരിക്കുന്ന UDFിന്റെ 5 സ്ഥാനാർത്ഥികളുടെയും വിജയമാണ് ലക്ഷ്യമെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ 5 സ്ഥാനാർത്ഥികളും ഇടുക്കിയിൽ വിജയിക്കുമെന്നും CP മാത്യു പറഞ്ഞു. 5-ാം തീയതി ഏലപ്പാറയിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഏലപ്പാറയിലെത്തും. പീരുമേട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം ഏലപ്പാറയിലെത്തുക. 6-ാം തീയതി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. 6-ാം തീയതി മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീൻ കട്ടപ്പനയിൽ UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന പരിപാടിയിൽ പങ്കെടുക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാരായിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി CP മാത്യു പറഞ്ഞു. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയിലുള്ള പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് EM അഗസ്തി, തോമസ് രാജൻ, തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് KJ ബെന്നി, ജോസ് മുത്തനാട്ട്, മനോജ് മുരളി, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.